ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സോ PYQ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേരള ഭരണരംഗം എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സോ PYQ സീരീസിൽ നമ്മൾ ഒരുപാട് സബ്ജക്ട്സ് ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. കാണാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. എവിടെ നിന്നാണ് സോഴ്സ് അടക്കമുള്ള ഡീറ്റെയിൽസ്, സോഴ്സ് റിലേറ്റഡ് ഫാക്ട്സ് അടക്കമുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി വരുന്ന എക്സാമുകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലാണ് എല്ലാ വീഡിയോസും ചെയ്തേക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഐ അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ. സോ കേരള അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ജസ്റ്റ് സിലബസ് ഒന്ന് നോക്കാം. സോ നോർമലി ഒരു എക്സാമിന് കേരളം ഭരണ സംവിധാനങ്ങളും 5 മാർക്കിനുള്ള ഒരു എക്സാമിന്, ഇതിപ്പോൾ LD ക്ലർക്കിൻ്റെ സിലബസ് ആണ് എടുത്തിരിക്കുന്നത്. +2 ലെവലായാലും ഏകദേശം ഈ ഒരു സിലബസ് ആണ് വരുന്നത്. കേരളം സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹിക സുരക്ഷിതത്വം. അപ്പം ചില പോർഷൻസ് ഒക്കെ ചില ഭാഗത്തായിട്ട്, ഇപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കമ്മീഷൻസിനെ പറ്റിയിട്ടും ഹ്യൂമൻ റൈറ്റ്സും ഒക്കെ അവിടെയും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ കാര്യങ്ങളാണ്. കേരളത്തിൻ്റെ ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അതുപോലെ വിവരാവകാശ കമ്മീഷനൊക്കെയാണ്, അല്ലെങ്കിൽ ഒരുപാട് മറ്റു കമ്മീഷനുകളും ഉണ്ട് അല്ലേ. അപ്പോൾ ചില പോർഷൻസ് റിപ്പീറ്റേഷൻ ഉണ്ട്, നമ്മൾ ബാക്കി ഭാഗത്ത് പഠിക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമം, സാമൂഹിക സുരക്ഷിതത്വം, നമുക്ക് പൊതുജനാരോഗ്യം എന്നുള്ളൊരു ഭാഗത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികൾ അവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ പദ്ധതികളും ഇവിടെയും ചെറിയൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ചില പോർഷൻസ് പല ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. ജിയോഗ്രഫിയിലായാലും നമ്മൾ ഈ അടിസ്ഥാന ഫാക്ട്സ് ഒക്കെ, ബേസിക്സ് ഒക്കെ കേരളത്തിൻ്റെ പഠിക്കുന്നത് കേരളത്തിൻ്റെ ജിയോഗ്രഫി പോർഷനിലുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് സിലബസ് വരുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്താണ്? എൻ്റെ വീട് എൻ്റെ കൂട് പാർപ്പിടം ആശ്രയം. എൻ്റെ കൂടാണല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം സർക്കാരിൻ്റെ പദ്ധതികൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും. ഇപ്പം നമ്മൾ കേരള ഭരണരംഗം നോക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് പറ്റും. റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് കുറച്ച് സ്കീംസ് അടുപ്പിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ നമ്മൾ സിലബസ് നോക്കിയപ്പോൾ മനസ്സിലായി, ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തടം എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മറ്റെവിടെയല്ല, തിരുവനന്തപുരത്ത് തന്നെയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആര്? കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ്? അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സോ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. റിപ്പീറ്റഡ്ലി ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ ആസ്ഥാനം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഒബ്സർവേറ്ററി ഹിൽസ്, വികാസ് ഭവൻ, തിരുവനന്തപുരം. മോസ്റ്റ്ലി എല്ലാത്തിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് കൂടുതലും, എല്ലാത്തിൻ്റെയും അല്ല, കൂടുതലും തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരം അല്ലാത്തത് എടുത്ത് പഠിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നുണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റീസ് ആർ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. അപ്പോൾ ഇതിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എല്ലാ പോയിൻറ്റ്സും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നിയമം വഴി വന്നിട്ടുള്ള ഒരു ബോഡിയാണെങ്കിൽ അതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ ഓപ്ഷനിൽ ഒന്നായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അതോറിറ്റി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ആ രീതിയിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. അപ്പോൾ ഇത് ഞാൻ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാത്തത്, മലയാളത്തിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചില മിസ്റ്റേക്കുകൾ ഈ ഒരു സൈറ്റിലുണ്ട്. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ എല്ലാം കറക്റ്റ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാത്തത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മലയാളത്തിലായിരിക്കും നോക്കുന്നുണ്ടാവുക. ഇതിൽ മിസ്റ്റേക്ക് ഞാൻ കണ്ടതുകൊണ്ടാണ്. ഓക്കെ, സോ അണ്ടർ ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്
2005. അപ്പോൾ ഏത് ആക്ട് പ്രകാരമാണ് എന്നുള്ളതൊക്കെ മുൻവർഷ ചോദ്യമാണ്, ഏത് വർഷമാണെന്നുള്ളത്. അപ്പോൾ 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമാണ്, 2005 ആ വർഷം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈസ് എ സ്റ്റാറ്റുവേറ്ററി നോൺ ഓട്ടോണമസ് ബോഡി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, മലയാളത്തിലാക്കുമ്പോൾ ഇത് മീനിങ് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, നോൺ ഓട്ടോണമസ് ബോഡിയാണ്. അപ്പോൾ സ്വതന്ത്ര പദവിയുള്ള ഒരു ബോഡി അല്ല, അത് ശ്രദ്ധിച്ചു പഠിക്കണം. സ്വയംഭരണ അധികാരമില്ലാത്ത ഒരു അതോറിറ്റിയാണ്. 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമാണ് ഈ ഒരു അതോറിറ്റി നിലവിൽ വരുന്നത്, അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. അപ്പോൾ ആരാണ് ഇതിൻ്റെ ചെയർമാൻ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാൻ. ഓക്കെ, അപ്പോൾ അതറിഞ്ഞിരിക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഡിസാസ്റ്റർ മിനിസ്റ്റർ അല്ലെങ്കിൽ റവന്യൂ മിനിസ്റ്റർ അങ്ങനെയൊക്കെ പല ഓപ്ഷനിലും കണ്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചെയർമാൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, so the portfolio of disaster management in the state of Kerala is held directly by the honorable chief minister. അപ്പം ചീഫ് മിനിസ്റ്റർ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം ഓരോരോ വകുപ്പുകളുണ്ട് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ധനവകുപ്പ്, ധനകാര്യ വകുപ്പ്, കൃഷി വകുപ്പ് എന്ന് പറഞ്ഞിട്ട് ഓരോ വകുപ്പുകളുണ്ട്. അപ്പോൾ ഈ ഡിസാസ്റ്റർ ദുരന്ത നിവാരണം എന്ന് പറഞ്ഞിട്ട് ഒരു വകുപ്പ് കിടക്കുന്നത് ഈസ് ഡയറക്ട്ലി ബൈ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെയാണുള്ളത്. അദ്ദേഹം തന്നെയാണ് ഈ ഒരു അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാനുള്ളതാണ് ഇതിൻ്റെ കമ്പോസിഷനെ കുറിച്ചിട്ട് അറിയേണ്ടതുണ്ട്. അപ്പം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്നത് 2007 മെയ് 4 ഓക്കെ, ഫസ്റ്റ് KSDMA വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഡേറ്റഡ് 4 മെയ് 2007. 2007 ഏത് നിയമപ്രകാരമാണെന്ന് ചോദിച്ചാലാണ് 2005 നിയമപ്രകാരം. എന്നാണ് നിലവിൽ വരുന്നത്? 2007 മെയ് 4. അപ്പം അതിൻ്റെ ചെയർമാൻ ആരാന്നൊക്കെയുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെ വൃത്തിയായിട്ട് അപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് അത് നോക്കുകയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ അറിഞ്ഞിരിക്കുക, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. മോട്ടോ KSDMAയുടെ മോട്ടോ ചോദിച്ചിട്ടുണ്ട്, ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ്, സുരക്ഷായാനം എന്നുള്ളതാണ് ഇതിൻ്റെ മോട്ടോ. മുന്നേ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. സോ ലോഗോ ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക, ഇനി മേ ബി ചോദിക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു പോയിന്റുകളുണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് വട്ടത്തിൽ ഇങ്ങനെ പോയിന്റ് പോലെ സ്പോക്സ് കാണാനായിട്ട് പറ്റും. 24, അപ്പോൾ ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അത്രയും അലേർട്ടായിട്ടിരിക്കണം. ദുരന്തം നിവാരണം എന്ന് പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാമല്ലോ. സോ അപ്പോൾ അലേർട്ടായിട്ടിരിക്കാൻ വേണ്ടി 24 സ്പോക്സ് ഉള്ള ഒരു ഇതാണ്. അതിൻ്റെ അകത്ത് സുരക്ഷിതമായിട്ടുള്ള കേരളം, പച്ച എവർഗ്രീൻ കേരള എന്നുള്ളൊരു രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ 2011 ആണ് ഇങ്ങനൊരു ലോഗോ, ഒരു ഡിസൈൻ കോമ്പറ്റീഷൻ ഇൻ 2011 വഴിയാണ് ഇതൊരു നിലവിൽ വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സുരക്ഷായാനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു അതോറിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ആരൊക്കെയാണ് ചെയർമാൻ, അതൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും നോക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ചീഫ് മിനിസ്റ്ററാണ് ചെയർമാൻ. ആരാണ്? ചീഫ് മിനിസ്റ്ററാണ്. നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ അല്ലേ, ചീഫ് മിനിസ്റ്ററാണ് ചെയർമാൻ, ഇമ്പോർട്ടൻ്റ് ആണ്. വൈസ് ചെയർമാൻ ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം. വൈസ് ചെയർമാൻ മിനിസ്റ്റർ ഫോർ റവന്യൂ ആണ്. ഓക്കെ, മിനിസ്റ്റർ ഫോർ റവന്യൂ ആണ്. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്ററും റവന്യൂ മിനിസ്റ്ററും രണ്ടാണെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മിനിസ്റ്റർ ഫോർ റവന്യൂ, മിനിസ്റ്റർ ഫോർ ഫിനാൻസും ആണ് ഓപ്ഷനിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് തരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇവിടെ റവന്യൂ ആണ്, ഡിസാസ്റ്റർ റവന്യൂ വൈസ് ചെയർമാൻ ആയിട്ടുള്ളത്. പിന്നെ മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. അപ്പം ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഈ ഒരു ബോഡിയിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ മിനിസ്റ്റർമാരുടെ പേര് തരും. മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മിനിസ്റ്റർ ഫോർ ഫിനാൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ അവരൊക്കെ ഉണ്ടോ? ഇല്ല. മെയിനായിട്ട് മിനിസ്റ്റേഴ്സ് ആരൊക്കെയാണുള്ളത്? ചീഫ് മിനിസ്റ്ററും റവന്യൂ മിനിസ്റ്ററും അഗ്രികൾച്ചർ മിനിസ്റ്ററുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ദുരന്തം കൂടുതൽ നമ്മളെപ്പോഴും കൃഷിയുടെ പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ കേൾക്കാറുള്ളതാണ്, വെള്ളത്തിൽ മുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ മന്ത്രി എന്തായാലും ഇതിൽ അംഗമായിട്ട് വേണം. അതുപോലെ റവന്യൂ മന്ത്രി എന്തായാലും വേണം അല്ലേ. ഇപ്പോൾ ചീഫ് മിനിസ്റ്ററാണ് ചെയർമാൻ. അപ്പോൾ അങ്ങനെ ആലോചിച്ചിരിക്കുക. പിന്നെ അതിൻ്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാന്നുള്ളത് ചോദിക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ് CEO ആയിട്ട്, ഈ ഒരു അതോറിറ്റിയുടെ CEO ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതുപോലെ ചോദിക്കാറുള്ളതാണ് കൺവീനർ. ഇത്രയാണ് നമ്മൾ എടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ, ഇതിൻ്റെ കൺവീനർ ആരാന്നുള്ളത് ചോദിക്കാറുണ്ട്. കൺവീനർ എന്ന് പറയുമ്പം പ്രിൻസിപ്പൽ സെക്രട്ടറി, റവന്യൂയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കൺവീനർ. ഓക്കെ, അപ്പം മെമ്പർ സെക്രട്ടറി എന്നുള്ളത് കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ്റെ
ഹെഡാന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ കൺവീനറൊക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിനിസ്റ്ററും ഈ 2 മന്ത്രിമാരും, അതിൽ റവന്യൂ മന്ത്രിയാണ് വൈസ് ചെയർമാൻ, അഗ്രികൾച്ചറൽ മിനിസ്റ്റർ മെമ്പറാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. CEO ചീഫ് സെക്രട്ടറി ഓഫ് കേരളയാണ്. കൺവീനർ ആരാണ് ഈ ഒരു ബോഡിയുടെ കൺവീനർ? പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ കേരളയാണ്. മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൻ്റെ ഹെഡാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ ഇതിൽ ചോദിക്കാറുള്ളതാണ്, നമുക്കറിയാം നാഷണൽ ലെവലിലുള്ള ഡിസാസ്റ്റേഴ്സും അതിന് പുറമേ കേരളത്തിൽ കുറച്ച് എക്സ്ട്രാ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അങ്ങനെ എക്സ്ട്രാ ആയിട്ട് കേരളത്തിൻ്റെ മാത്രമായിട്ടുള്ള നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ദുരന്തം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് മുന്നേ. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്, ഡ്രോട്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇത് മലയാളത്തിലോട്ട് ആക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇതിൽ മിസ്റ്റേക്ക് ഇല്ല. നമുക്ക് നോക്കാം. വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, വരൾച്ച, ചുഴലിക്കാറ്റ്, ഭൂകമ്പം, മേഘവിസ്ഫോടനം, ആലിപ്പഴ കൊടുങ്കാറ്റ്, സുനാമി, തീ, കീടങ്ങളുടെ ആക്രമം, തണുത്ത തരംഗം, മഞ്ഞ്, ഹിമപാതം, COVID-19. ഓക്കെ, അപ്പോൾ COVID-19 ഒക്കെ റീസെൻ്റ് ആയിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 എണ്ണമാണ് ദേശീയ തലത്തിലെ ദുരന്തങ്ങളായിട്ട് പ്രഖ്യാപിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് പുറമെ കേരളത്തിലെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക ദുരന്തങ്ങളായിട്ട് ഒരു 6 എണ്ണം കൂടിയുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പം കേരളം എന്ന് പറയുമ്പോൾ തീരദേശമാണ് അല്ലേ. അപ്പോൾ കേരളത്തിൽ ഇടിയോടുകൂടിയ മഴ, ഇടിയോടുകൂടിയ മിന്നൽ, അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറച്ചും കൂടെ അധികം ഉള്ളത് കേരളത്തിലാണ്. അപ്പോൾ തീരദേശ മണ്ണൊലിപ്പ്, തീരദേശം കേരളം തീരദേശ മണ്ണൊലിപ്പ്, മിന്നൽ, ശക്തമായ കാറ്റോടുകൂടിയ മഴ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ഓക്കെ, ശക്തമായ കാറ്റ്. അപ്പോൾ ചുഴലിക്കാറ്റല്ല കേട്ടോ, ചുഴലിക്കാറ്റ് ദേശീയ ദുരന്തമാണ്, അത് നമ്മളവിടെ കണ്ടതാണ്. മണ്ണ് പൈപ്പിംഗ്, സൂര്യാതാപം ഏൽക്കുക, അതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത്രയ്ക്കും ചൂടുള്ളത് കൊണ്ട് സൂര്യാതാപം, മനുഷ്യമൃഗ സംഘർഷം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിൻ്റെ സംസ്ഥാന പ്രത്യേക ദുരന്തങ്ങളായിട്ടുള്ള 6 എണ്ണം. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ചുഴലിക്കാറ്റ്, നോർമൽ ഹിമപാതം, തണുത്ത തരംഗം, കീടങ്ങളുടെ ആക്രമം, തീ ഞാൻ പിന്നെയും വായിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ മണ്ണിടിച്ചിലൊക്കെ ഇവിടെയാണ് വരുന്നത്. മറ്റേത് മണ്ണ് പൈപ്പിംഗ് ആണ്. ചുഴലിക്കാറ്റ് ഇവിടെയാണ് വരുന്നത്. ഇവിടോട്ട് വരുമ്പോൾ ശക്തമായ കാറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അറിഞ്ഞിരിക്കുക. കേരളത്തിൽ നമ്മളിപ്പോഴും ന്യൂസുകളിൽ കേൾക്കുന്ന കുറച്ച് പ്രതിഭാസങ്ങളാണ് അല്ലേ ഇതൊക്കെ. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മൾ കേരള ഭരണരംഗത്ത് നിന്ന് ഏതൊക്കെ കമ്മീഷൻസാണ്, ഏതൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് നോക്കി പഠിക്കുന്നതെന്ന്. അപ്പം ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള അറിവ് ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ റിലേറ്റഡ് ഫാക്ട്സ് ചോദിക്കാനുള്ള ഏരിയ ഒക്കെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്യാതെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ PDF ഒക്കെ അവൈലബിൾ ആക്കാൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ല, നിങ്ങൾ എന്തായാലും വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ടെലഗ്രാം ചാനലാണ് പ്രയാണം ഇന്നലകളിലൂടെ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഇതിലെ പല ചോദ്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ബോർഡിൻ്റെ അധ്യക്ഷൻ. ഓക്കെ, അപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കാലാവധിയുമായി ടെർമിനസ് ആണ് ബോർഡിൻ്റെ കാലാവധി. അപ്പം 5 വർഷം, ഇപ്പോൾ ഒരു സർക്കാർ നോർമലി 5 വർഷമാണല്ലേ കാലാവധി, അത് കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ നടക്കുക. അപ്പോൾ 5 വർഷമാകുമ്പോൾ അതേ മുഖ്യമന്ത്രിയെ തന്നെയാണ്, അവർ തന്നെയാണ് ഈ പ്ലാനിംഗ് ബോർഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പം മുന്നേക്ക് ആണെങ്കിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പം 2 വർഷമൊക്കെയാണ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഈ പ്ലാനിംഗ് ബോർഡിൻ്റെ കാലാവധിയും അപ്പോൾ അവസാനിപ്പിക്കും. അതുകൊണ്ടാണ് ടെർമിനസ് ആണ്. അതല്ലാണ്ട് പെർമനൻ്റ് ആയിട്ട് 5 വർഷമാണ് പ്ലാനിംഗ് ബോർഡിൻ്റെ കാലാവധി എന്നില്ല. ആ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലാവധിയുമായിട്ട് ടെർമിനസ് ആയിട്ടാണ് ഈ ഒരു ബോർഡിൻ്റെ കാലാവധി വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൻ്റെ ഫങ്ഷൻസ് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചവത്സര വാർഷിക പദ്ധതികൾ രൂപീകരിക്കുക, അതായത് ആനുവൽ പ്ലാൻ.
പ്ലാൻസ്. വാർഷിക സാമ്പത്തിക അവലോകനം തയ്യാറാക്കുക ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പദ്ധതി നടപ്പാക്കൽ നിരീക്ഷിക്കുക, പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുമായി ഏകോപിക്കുക, വികേന്ദ്രീകരണ സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിക്കുക, കമ്മീഷൻ പഠനങ്ങൾ നൽകുക എന്നതാണ് പ്രധാന പ്രവർത്തനം. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡ് ഒറ്റ നോട്ടത്തിൽ എന്നാണ് ഇത് ആദ്യമായിട്ട് രൂപം കൊണ്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1967 സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രി ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണുമായി ബോർഡ് രൂപീകരിക്കുന്നത്. അപ്പോൾ ഈ വർഷം പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, 1967 ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിലവിൽ നമുക്കറിയാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. സോ അദ്ദേഹമാണ് ചെയർമാൻ. വൈസ് ചെയർമാൻ പ്രൊഫസർ വി കെ രാമചന്ദ്രൻ. അംഗങ്ങളൊക്കെ കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ഥിരം ക്ഷണിതാക്കളാണ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് ധനകാര്യ വകുപ്പ്, കേരള സർക്കാർ. ഇനി കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമിലർ ആയിട്ടുള്ള തന്നെയാണ്. പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, പഞ്ചവത്സര വാർഷിക പദ്ധതികൾ, പ്ലാൻ രൂപീകരിക്കുന്നു, വാർഷിക സാമ്പത്തിക അവലോകനം എഴുതുന്നു. ഇനി പ്ലാൻ സ്പേസ്, മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം വഴി പ്ലാൻ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് പ്ലാൻ സ്പേസ്. ഇതും മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ സി സ്പേസ് എന്താണ്? സി സ്പേസ് നമുക്കറിയാം സർക്കാരിൻ്റെ OTT പ്ലാറ്റ്ഫോം ആണല്ലേ, അത് സി സ്പേസ് ആണ്. അപ്പോൾ ഇത് പ്ലാൻ സ്പേസ്, പ്ലാനിങ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മുന്നേ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇനി ഈ ഒരു ആസൂത്രണ ബോർഡിൻ്റെ എങ്ങനെയാണ്, അതിലെ മെമ്പേഴ്സൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഭരണഘടന എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് മൂന്ന് വിഭാഗമാണ്. സാങ്കേതിക വിഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വിഭാഗം, പിന്നെ ജില്ലാ പ്ലാനിംഗ് ഓഫീസുകൾ. ഇങ്ങനെ 3 ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ സാങ്കേതിക വിഭാഗങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം, ജില്ലാ പ്ലാനിംഗ് ഓഫീസുകൾ. ഓക്കെ, അപ്പം 3 ഇതൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് എടുത്തിട്ട് പറയുന്നത്. ഇനി സാങ്കേതിക വിഭാഗങ്ങളിൽ തന്നെ 7 വരുന്നത്. ഓക്കെ, 7 സാങ്കേതിക വിഭാഗങ്ങളാണുള്ളത്. അപ്പം ഇതൊക്കെ ചോദ്യം വന്നിട്ടുള്ളതാണ്. ഇതിലൊരു 4 ഓപ്ഷൻ തന്നിട്ട് ഏതാണ് സാങ്കേതിക വിഭാഗങ്ങളിൽ പെടാത്തത് എന്നുള്ള രീതിയിൽ മുന്നേ ചോദിച്ചിട്ടുണ്ട്. കൃഷി, വികേന്ദ്രീകൃത ആസൂത്രണം, മൂല്യനിർണ്ണയം, വ്യവസായവും അടിസ്ഥാന സൗകര്യങ്ങളും, കാഴ്ചപ്പാട് ആസൂത്രണം, പ്ലാൻ കോർഡിനേഷൻ, സാമൂഹ്യ സേവനം. ഇപ്പം ഇംഗ്ലീഷിലോട്ടാകുമ്പോൾ വേർഡ്സ് അതിൻ്റെ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ പേര് ഏതൊക്കെയാണ്? ഇപ്പോൾ നമുക്കറിയാം കൃഷി, വ്യവസായമൊക്കെ എന്തായാലും ഒരു സെപ്പറേറ്റ് വിഭാഗം തന്നെ വേണം അല്ലേ. ഇപ്പോൾ കൃഷി, വ്യവസായം, ബാക്കി ഇത് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ വികേന്ദ്രീകൃത ആസൂത്രണം, മൂല്യനിർണ്ണയം, കാഴ്ചപ്പാട് ആസൂത്രണം, പ്ലാൻ കോർഡിനേഷൻ, സാമൂഹ്യ സേവനം, ഇതൊക്കെയാണ് 7 സാങ്കേതിക വിഭാഗങ്ങളിൽ വരുന്നത്. അപ്പോൾ ഇതൊന്ന് 1-2 തവണ വായിക്കുകയാണെങ്കിൽ ഓപ്ഷൻ കണ്ടാൽ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റുന്നതേ ഉള്ളൂ. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ ജില്ലാ ആസൂത്രണ ഓഫീസുകൾ 1970കളുടെ അവസാനത്തിലാണ് ആസൂത്രണ യൂണിറ്റുകൾ സ്ഥാപിതമായത്. ജില്ലാ ആസൂത്രണ ഓഫീസുകൾ പ്ലാനിംഗ് ബോർഡിൻ്റെ മാർഗനിർദ്ദേശത്തിൽ പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള 3 സെക്ഷൻ അതാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. ഓപ്ഷൻ സി നവജീവനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ അല്ലേ. അപ്പോൾ ആദ്യത്തെ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ 2024 10th ലെവൽ 12th ലെവൽ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള അതാണ്. ഓക്കെ, ഇനി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയായാണ് വർദ്ധിപ്പിച്ചത്? അപ്പോൾ നമ്മൾ സിലബസ് നോക്കിയപ്പോൾ പറഞ്ഞു അവിടെ തൊഴിലുറപ്പ്, അതിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മുന്നേയും പലതവണ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ള ചോദ്യം തന്നെയാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ് ചോദിച്ചേക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ നഗരത്തിൽ തൊഴിലുറപ്പിൻ്റെ ഒരു വേർഷനാണ് കേരള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്. മറ്റേത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയാണ്. രണ്ടും രണ്ടാണ്, രണ്ടിൻ്റെയും വേതനമൊക്കെ ഡിഫറെൻ്റ് ആണ്. സോ ഇവിടെ ചോദ്യം അയ്യങ്കാളി ആയതുകൊണ്ട് ഓപ്ഷൻ എ 22 രൂപ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ റീസെൻ്റായിട്ട് മറ്റേതിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ പല വീഡിയോസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ തണ്ണീർത്തടം നമുക്കിതിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളതാണ്. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളും പ്രമേയങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ചെറിയൊരു കണക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2024 കുറേയൊക്കെയും ഹ്യൂമൺ അല്ലെങ്കിൽ വുമൺ അങ്ങനത്തെ പദങ്ങളായിട്ട് പീപ്പിൾ അങ്ങനത്തെ വാക്കുകളൊക്കെ കുറച്ച് കണക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ് 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം.
അടുത്തത് കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. കേരളത്തിൽ പഞ്ചായത്ത് രാജാണ്. അപ്പോൾ ഇതിലെ ഓപ്ഷൻസിൽ തന്നെയാണ് അതിൻ്റെ ട്രാപ്പ്. എല്ലാം നമുക്ക് അയ്യോ ഇതാണോ എന്ന് കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിലാണ്. അപ്പോൾ കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് ഫെബ്രുവരി 19. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ബൽവാൻറായ് മേത്ത പഞ്ചായത്ത് രാജിന് നൽകിയ സംഭാവന കണക്കിലെടുത്ത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 19, ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഫെബ്രുവരി 19, അതുകൊണ്ടാണ് അങ്ങനൊരു ഡേറ്റ് എടുത്തേക്കുന്നത്. പഞ്ചായത്ത് ദിനമായിട്ട് ആഘോഷിച്ചു വരുന്നു. 2013 വർഷത്തിൽ ഏപ്രിൽ 23 തീയതിയിലേക്ക് മാറ്റിയെങ്കിലും അന്നത്തെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി പിന്നെയും 2014 മുതൽ ഫെബ്രുവരി 19 തന്നെ ആഘോഷിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കേരള പഞ്ചായത്ത് രാജ് ഡേ ആണ് ഫെബ്രുവരി 19. ഇനി നാഷണൽ പഞ്ചായത്ത് രാജ്, ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ചോദിച്ചാൽ എന്നാണ്? അത് ഏപ്രിൽ 24. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇനി ഇതും നമ്മളീ പറയാൻ പോകുന്ന ഈ 2 കാര്യങ്ങളും മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അറിഞ്ഞിരിക്കുക. കേരള പഞ്ചായത്ത് ആക്റ്റും ഉണ്ട്, കേരള പഞ്ചായത്ത് രാജ് ആക്റ്റും ഉണ്ട്. അപ്പോൾ 2024 തന്നെയാണെന്ന് തോന്നുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. 23-ലോ 24-ലോ കേരള പഞ്ചായത്ത് ആക്ട് നിലവിൽ വന്ന ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഓപ്ഷനിൽ ഈ 94-ൽ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പലർക്കും കുറച്ച് പേർക്കെങ്കിലും അറിയാത്തൊരു ഫാക്റ്റ് ആയിരിക്കാം ഇത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, മുന്നേ ചോദിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ആക്ട് എന്ന് പറഞ്ഞാൽ വേറെയാണ്, പഞ്ചായത്ത് രാജ് ആക്ട് എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. ഓക്കെ, ഇത് നമുക്കറിയാം. ഇത് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും. നമ്മൾ 73 അമെൻമെൻ്റ് ഒക്കെ പ്രകാരം അത് ഓൾ ഇന്ത്യ ലെവലിൽ പഞ്ചായത്ത് രാജ് പിന്നെ ഓരോ സംസ്ഥാനങ്ങൾ പാസ്സാക്കുന്നതൊക്കെ നമ്മളത് സംബന്ധിച്ച് പഞ്ചായത്ത് രാജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അവിടെ നമ്മൾ കേൾക്കുന്നതാണ്. പഞ്ചായത്ത് ആക്ട് 1960 ഐക്യ കേരളത്തിനാകമാനം ബാധകമാകും വിധം 1960 കേരള പഞ്ചായത്ത് ആക്ട് നിർമ്മിക്കുകയും 60-ലാണ് നിർമ്മിക്കുന്നത്. ജാനുവരി 1, 1962 1962-ലാണ് ഈ ഒരു ആക്ട്, പഞ്ചായത്ത് ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. 1960-ലെ ആക്ട് 1962 ജാനുവരി 1 ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചുള്ളതാണ്. ഇനിയും ചോദിക്കാം, ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. സോ കേരള പഞ്ചായത്ത് രാജ് ആക്ട്, ഓക്കെ, കേരള പഞ്ചായത്ത് രാജ് ആക്ട് 94 ആസൂത്രിത ഗ്രാമവികസനത്തിനും തദ്ദേശ ഭരണ കാര്യങ്ങളിൽ വർദ്ധിച്ച തോതിലുള്ള ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ 73-ാം ഭേദഗതി പ്രകാരം നിർമ്മിക്കപ്പെട്ടതാണ് 1994-ലെ കേരള പഞ്ചായത്ത് രാജ് നിയമം. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഇതെന്നാണ് നിലവിൽ വരുന്നത്? ഏപ്രിൽ 23 അല്ലേ? ഏപ്രിൽ 23, 1994-ലാണ് കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുമ്പോൾ. അപ്പോൾ ആ സമയത്ത് 991 ഗ്രാമപഞ്ചായത്തുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ 941 ഗ്രാമപഞ്ചായത്തുകളാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. അടുത്തത് കേരള നെൽവയൽ. നമുക്ക് തണ്ണീർത്തടം പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടോപ്പിക്ക് നല്ലോണം പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ആക്ട് പ്രകാരമാണ്? ഓപ്ഷൻ എ ആണല്ലേ, 2008-ലെ 28-ാം നമ്പർ ആക്ട് പ്രകാരമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത്. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ജുഡീഷ്യൽ സർവീസിലെയാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ഹൈക്കോടതിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആർക്കാണ് അധികാരമുള്ളത്? ഹൈക്കോടതിക്കാണ്. അടുത്ത ചോദ്യം, വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഏതാണ് പദ്ധതി? ഉജ്ജീവനം പദ്ധതിയാണ്. ഏതാണ്? ഉജ്ജീവനമാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ കുടുംബശ്രീ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ്. ഇനിയും നമുക്ക് ചോദ്യങ്ങൾ കാണാനായിട്ട് പറ്റും. നമുക്ക് അതിലോട്ട് വരാം. കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതി കാലം ഏതാണ്? അപ്പോൾ ടെലഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ് ഇത്. അപ്പോൾ കേരളത്തിലാണെന്നുള്ളത് ആലോചിക്കണം. ഇന്ത്യയിൽ നിലവിൽ പഞ്ചവത്സര പദ്ധതി ഒന്നും ഇല്ല. കാരണം ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷനൊക്കെ റീപ്ലേസ് ചെയ്ത് നീതി ആയോഗൊക്കെ വന്നു അല്ലേ. സോ 12 പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയിലുള്ളത്. 2017 കൂടിയിട്ട് അതിൻ്റെ കാലം അവസാനിച്ചു. ഇപ്പോൾ കേരളത്തിൽ നിലവിൽ ഇത് 14-ാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് അറിഞ്ഞിരിക്കുക. 2023
മുതൽ 2027 വരെയാണ് അതിൻ്റെ കാലാവധി എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ, അതിൻ്റെ അകത്ത് വരുന്ന ഒരുപാട് പദ്ധതികൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മുന്നേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ സൈറ്റ് എനിക്ക് വർക്ക് ആവുന്നില്ല. അപ്പം അതുകൊണ്ട് അതെനിക്ക് ഞാൻ മുന്നേ എടുത്ത് കാണിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. താലോലം, സ്നേഹപൂർവ്വം, ശ്രുതി തരംഗമൊക്കെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷനിൻ്റെ അകത്ത് വരുന്നതാണ്. കുടുംബശ്രീ അതിനകത്ത് വരുന്നതല്ല അല്ലേ. ഓപ്ഷൻ ഡി, 4 അതിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ കുടുംബശ്രീയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറിഞ്ഞിരിക്കേണ്ടതാണ്. കുടുംബശ്രീ ആരംഭിക്കുന്നത് 1998 മെയ് 17-ാം തീയതിയാണ് അല്ലേ. മെയ് 17-ാം തീയതി. ആ ഡേറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരംഭിക്കുന്നത് 1998-നാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി ആണ് അല്ലേ. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി ആണ്. SPEM സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ്റെ കീഴിലാണ് വരുന്നത്. ഇനി ഇത് രജിസ്റ്റർ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ഇത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏത് എന്നുള്ളതൊക്കെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അയൽക്കൂട്ടങ്ങളാണ് ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത്, അയൽക്കൂട്ടങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഏരിയ ഡെവലപ്മെൻറ്റ് ADS, പിന്നെ CDS കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, അങ്ങനെയാണ് അല്ലേ. ഏറ്റവും താഴെത്തട്ടിലുള്ളത് അയൽക്കൂട്ടമാണ്. അപ്പോൾ അതൊക്കെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. കുടുംബശ്രീയുടെ കീഴിൽ ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ എന്നിടം എന്ന് പറഞ്ഞിട്ട് കൾച്ചറൽ സെൻറ്ററുകൾ സ്ഥാപിക്കാൻ അങ്ങനെ ഒരു പ്രോഗ്രാം, എന്നിടം, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് കുടുംബശ്രീയും. ഇനി അടുത്തത്, കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടന അനുച്ഛേദം. അപ്പോൾ നമ്മൾ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റ് പഠിക്കണതിൻ്റെ ആവശ്യകത ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഡയറക്റ്റ് ചോദ്യം ചോദിച്ചേക്കാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന്. കേരള സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടന അനുച്ഛേദം എന്ന് പറയുന്നത് 243(i)യും 243(y)യുമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളതും ഇതിൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, The state finance commissions are constituted by Government of Kerala under Clause 1 of Article 243 and Y. വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റെഡ് വിത്ത് സെക്ഷൻ 186 ഓഫ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഓഫ് 1994 ആൻഡ് സെക്ഷൻ 205 ഓഫ് ദി കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട്. ഓക്കെ, അപ്പം അതൊന്ന് നോക്കി വെക്കുക. ഈ ആർട്ടിക്കിൾ നമ്പർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക, ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഇപ്പം കറൻ്റ്ലി 6th ഫിനാൻസ് കമ്മീഷനാണ് അല്ലേ. നിലവിലുള്ളത് 6ാം ഫിനാൻസ് കമ്മീഷനാണ്. ചെയർമാൻ ആയിട്ടുള്ളത് ശ്രീ SM വിജയാനന്ദാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രീ SM വിജയാനന്ദാണ്. പിന്നെ PSCക്കുള്ളൊരു ടെൻഡൻസിയാണ് ഇങ്ങനെ കമ്മീഷൻസൊക്കെ ആദ്യത്തെ ഈ കമ്മീഷൻ്റെയൊക്കെ ചെയർമാനെ പറ്റിയിട്ട് ചോദിക്കും. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ആയാലും വിവരാവകാശ ആയാലും മനുഷ്യാവകാശ ആയാലും ആദ്യത്തെ കമ്മീഷൻ്റെ ചെയർമാനെ പറ്റി ചോദിക്കും. ഇനി വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 6ാമത്തെ കമ്മീഷൻ ആയിട്ടുള്ളൂ. അതിനർത്ഥം അതിന് മുൻപ് 1, 2, 3, 4, 5 ഉള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനത്തെ കേസിലാണെങ്കിൽ ആ ചെയർമാൻമാർ ആരൊക്കെയാണ് ചെയർമാൻമാരായിട്ടുള്ളത് എന്നുള്ള രീതിയിൽ PSC ചോദിച്ചിട്ടുണ്ട്. ഈ അതേ ക്വസ്റ്റ്യൻ ഫിനാൻസ് കമ്മീഷൻ്റെ മുന്നേ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് അതും കൂടി നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ ചെയർമാൻ ശ്രീ SM വിജയാനന്ദ് 6ാമത്തെ കമ്മീഷനാണ്. 5ാമത്തെ കമ്മീഷൻ്റെ ചെയർമാൻ ഡോക്ടർ BA പ്രകാശ് ആയിരുന്നു. 4ാമത്തെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ പ്രൊഫസർ MA ഉമ്മനായിരുന്നു. പ്രൊഫസർ MA ഉമ്മനായിരുന്നു. പിന്നെ 3ാമത്തെ ശ്രീ KV രവീന്ദ്രൻ നായർ ആയിരുന്നു. 2ാമത്തെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ പ്രഭാത് പട്നായിക്കാണ്. 1ാമത്തെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രീ PM എബ്രഹാം ആണ്. അപ്പോൾ 6 ആകെ പഠിക്കാനുള്ളൂ. 1ാമത്തെ ശ്രീ PM എബ്രഹാം, 2ാമത്തെ പ്രഭാത് പട്നായിക്, 3ാമത്തെ രവീന്ദ്രൻ നായർ, 4ാമത്തെ പ്രൊഫസർ MA ഉമ്മൻ, 5ാമത്തെ ഡോക്ടർ BA പ്രകാശ്, പിന്നെ SM വിജയാനന്ദ്. അപ്പം അറിഞ്ഞിരിക്കുക. മേ ബി ചോദിക്കാൻ മുന്നേ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിരുന്നാൽ നല്ലതായിരിക്കും. അതുപോലെ നമുക്ക് ഫിനാൻസ് കമ്മീഷൻ്റെ എയിം എന്താണ്, അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ വിഷൻ എന്താണ്, മിഷൻ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ വീക്ഷണം സുസ്ഥിരവും കാര്യക്ഷമവുമായ രീതിയിൽ സാമൂഹിക സാമ്പത്തിക വികസന ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ സംസ്ഥാനത്തെ പിന്തുണയ്ക്കുക. അതുതന്നെ ആയിരിക്കുമല്ലോ സംസ്ഥാന ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട് അല്ലേ. സോ ദൗത്യം ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ, ദൗത്യങ്ങൾ എന്തൊക്കെയാണ്? ബഡ്ജറ്റ് രൂപീകരണവും നടപ്പിലാക്കലും സർക്കാർ വകുപ്പുകളിലും മുൻഗണനാ മേഖലകളിലും കാര്യക്ഷമമായ
വിഭവ വിന്യാസം നടത്തൽ, സുതാര്യതയോടെയുള്ള സുസ്ഥിര വായ്പാ മാനേജ്മെൻറ്റ്, വിശാലമായ അടിസ്ഥാന നികുതിയും നികുതിയേതര ഘടനയും വഴി വിഭവ സമാഹരണം, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇത് വായിക്കുകയാണെങ്കിൽ ഇതും നല്ലതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പദ്ധതികൾ അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ അതിനകത്ത് തന്നെയാണ് മറ്റൊരു ചോദ്യം. പട്ടിക 1, 2 എന്നിവ ശരിയായി പൊരുത്തപ്പെടുന്ന രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പം മന്ദഹാസം പദ്ധതി ആർക്കാണ്? പല്ലുമായി ബന്ധപ്പെട്ട് പ്രായമാകുമ്പോൾ സെറ്റ് പല്ല് കൊടുക്കുന്ന ഒരു പദ്ധതിയാണല്ലേ. ആർക്കാണ് പല്ല് കൊടുക്കുന്നത്? BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്കാണ്. സോ മന്ദഹാസം പദ്ധതി 4 മാച്ച് ചെയ്യുന്നത്. ഇനി സമന്വയ പരിപാടി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് സമന്വയ. ഇനി അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ സൈറ്റ് അതിലത്തെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇപ്പോൾ സൈറ്റ് വർക്ക് ആവുന്നില്ല, അതുകൊണ്ടാണ് എടുത്ത് കാണിക്കാത്തത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ഡി മെഡിസെപ്പ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത് സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആര്? സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡൻ്റ് ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നമുക്ക് കമ്മീഷൻസ് പഠിക്കാനുണ്ട്. അതിൽ തന്നെ വനിതാ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996 എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മ ആയിരുന്നു. അത് തെറ്റാണല്ലേ, അത് തെറ്റാണ്. 2023 ജാനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പി സതീദേവിയാണ്. അതും കറക്റ്റാണ്. ഇവിടെ തെറ്റെന്നുള്ളത് സുഗതകുമാരിയാണ് ആദ്യത്തെ അധ്യക്ഷ ആവുന്നത് അല്ലേ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അതുപോലെ വനിതാ കമ്മീഷനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കുക 1996 മാർച്ച് 14 നിലവിൽ വന്നേക്കുന്നത്. ഇതൊരു ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെന്ന് പറയും? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് വനിതാ കമ്മീഷൻ, അല്ലാണ്ട് ഭരണഘടനാ ബോഡി ഒന്നും അല്ല. അതറിഞ്ഞിരിക്കുക. ഈ സമയത്ത് നിലവിൽ വരുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് AK ആൻ്റണി ആയിരുന്നു മുഖ്യമന്ത്രി ആയിരുന്നത്. 5 വർഷമാണ് ചെയർപേഴ്സൻ്റെ കാലാവധി. 5 വർഷമാണ് കാലാവധി. കേരള വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ട്രിവാൻഡ്രം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 2022 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻ എ ആൻ്റണി ഡൊമിനിക് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ സ്കൂളുകളുടെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? അപ്പം ഈ ചോദ്യം സത്യം പറയുകയാണെങ്കിൽ വളരെ ഈസിയാണ്. പക്ഷേ ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ചിലപ്പം ചിലർക്കെങ്കിലും തോന്നിയേക്കാം. അപ്പോൾ ചോദ്യത്തിൽ തന്നെ ക്ലൂ ഉണ്ട്. സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അല്ലേ. സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ സ്ഥാപനം കേരള സ്റ്റേറ്റ് IT മിഷൻ അല്ല. കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അത് തന്നെയാണ്, എഡ്യൂക്കേഷൻ എന്നുള്ള തന്നെയാണ് അതിൻ്റെ ഹിൻറ്റ്. കൈറ്റ്, സിംപ്ലി പറയുകയാണെങ്കിൽ കൈറ്റ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഫുൾ ഫോമും ചോദിക്കാറുണ്ട്. കൈറ്റ്, കിഫ്ബി, കിൻഫ്ര, അതുപോലെ KDISC, അതിൻ്റെയൊക്കെയും എക്സ്പാൻഷൻ ഫുൾ ഫോമൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൽ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പോൾ ചോദ്യം ചോദിച്ചത് കൊണ്ട് കൈറ്റിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമുക്കിവിടെ കാണാം, ഇതാണ് കൈറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. ഇതിൻ്റെ എക്സ്പാൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചുള്ളതാണ്, ഇനിയും ചോദിക്കാം. കൈറ്റ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. നമുക്കറിയാം മിനിസ്റ്റേഴ്സും കേരളത്തിലെ നിലവിലെ മന്ത്രിമാർ ഒക്കെ ചോദിക്കാറുള്ള പോർഷൻ തന്നെയാണ്. മിനിസ്റ്റർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ V ശിവൻകുട്ടി. ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടൊരു എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുന്നത്തെ IT സ്കൂൾ പ്രൊജക്റ്റ് 2001-2002 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന IT സ്കൂൾ പ്രൊജക്റ്റാണ് പിന്നെ ഇങ്ങോട്ട് കൈറ്റ് എന്നുള്ളൊരു കമ്പനി ആയിട്ട് മാറുന്നത്. അങ്ങനെ ഒരു കമ്പനി ആയിട്ട് മാറുന്നത് 2017 കൈറ്റ് ഇസ് എ ഫസ്റ്റ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി ഓഫ് ദി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി സ്റ്റേറ്റ്. അപ്പം കൈറ്റിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രോഗ്രാംസ്, നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യം കൈറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രോഗ്രാംസ് നമുക്ക് ഇവിടെ കാണാം. ഇനീഷ്യേറ്റീവ്സ് കാണാം. ഇപ്പോൾ ഹൈടെക് സ്കൂൾ ഉണ്ടല്ലോ, അപ്പോൾ ഇതാണ്
മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുന്ന ഹൈടെക് സ്കൂൾ എന്നുള്ളൊരു പദ്ധതിയാണ് ഇപ്പോൾ ചോദിച്ചേക്കുന്നത്. അപ്പം ഇതല്ലാണ്ട് ഇതിലത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സമേതം എന്താണെന്നുള്ളത് നോക്കണം. സമേതം എന്ന് പറയുമ്പോൾ കേരളത്തിലെ സ്കൂളുകളിലൊക്കെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും സൂക്ഷിക്കുന്ന ഒരു സംവിധാനം എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിലെ സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺഎയ്ഡഡ് സ്കൂളുകളുടെ അക്കാഡമിക് ഇൻഫ്രാസ്ട്രക്ചറൽ വിശദാംശങ്ങളുടെ ആധികാരിക വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള ഒരു സംരംഭമാണ് സമേതം. അതായത് ഓരോ സ്കൂളിലെയും എത്ര ക്ലാസ്സുകളുണ്ട്, ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങൾ, അധ്യാപകർ, അനധ്യാപിക ജീവനക്കാരുടെ വിവരങ്ങൾ, ഇതൊക്കെ ലഭിക്കുന്നതാണ് സമേതം. അപ്പോൾ സമേതമൊക്കെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് നോക്കാം. കൂൾ, അപ്പോൾ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. കൂൾ എന്താണ്? കൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് ആണ്. കൂളിൻ്റെ ഫുൾ ഫോം എന്താണ്? കൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് ആണ്. ഓൺലൈൻ ജനറൽ ട്യൂട്ടോറിയൽ ഇമ്പോർട്ട് ട്രെയിനിങ് കോഴ്സസ് ടു, അപ്പോൾ ടീച്ചേഴ്സിനായാലും സ്റ്റുഡൻസിനായാലും പാരൻസിനായാലും പൊതുജനത്തിനായാലും ആർക്ക് വേണമെങ്കിൽ ആവാം. അധ്യാപകർക്കും കുട്ടികൾക്കും മാത്രമല്ല, അവരുടെ പാരൻസിനും പൊതുജനങ്ങൾക്കൊക്കെ ഓൺലൈനായിട്ട് കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ട്രെയിനിങ് കോഴ്സൊക്കെ എടുക്കാനുള്ളൊരു ടൂളാണ് കൂൾ എന്ന് പറയുന്നത്. കൂൾ ബൈ കൈറ്റ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താണ് കൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? കൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ്. ഓക്കെ, ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് കൂൾ. അപ്പം അതും അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ചോദിച്ച ചോദ്യമാണ് ഹൈടെക് സ്കൂള്. വിക്ടേഴ്സ് ചാനലിനെ പറ്റിയിട്ട് നമുക്കറിയാം. അതൊക്കെ കിളിക്കൊഞ്ചൽ പ്രോഗ്രാമിനെ കുറിച്ചും ഫസ്റ്റ് ബെൽ പ്രോഗ്രാമിനൊക്കെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അതും ഇമ്പോർട്ടൻ്റ് ആണ്. സമഗ്ര പോർട്ടൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യാറുള്ളതാണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. സമ്പൂർണ്ണ സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. സമ്പൂർണ്ണ എന്ന് പറയുമ്പം 1 മുതൽ 12 വരെയുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ്. ഓക്കെ, സമ്പൂർണ്ണ ഹാസ് നൗ ബീൻ മാൻഡേറ്ററി ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ക്യാപ്ചറിങ് ഡീറ്റെയിൽസ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഫ്രം 1 to 12. അതിനുള്ളതാണ് സമ്പൂർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെയും കുറിച്ചിട്ടും കൊടുത്തിട്ടുണ്ട്. വിക്ടേഴ്സിൻ്റെ പ്രോഗ്രാമൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലോഞ്ച് ചെയ്തേക്കുന്നത് 2006 അപ്പോൾ അന്നത്തെ കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന VS അച്യുതാനന്ദനാണ് വിക്ടേഴ്സ് ചാനൽ എന്നാണ്. 2006 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കോവിഡിൻ്റെ സമയത്തൊക്കെ ഡിജിറ്റൽ ക്ലാസ്സസിന് പ്രയോറിറ്റി ഭയങ്കരമായിട്ട് കൂടി. ഇത് മാത്രമല്ല, ക്ലാസ് മാത്രമല്ല, ഇപ്പോൾ PSC കോച്ചിങ് ആയാലും ഫുൾ ഡിജിറ്റൽ കളികളാണ് അല്ലേ. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൈറ്റ് വിക്ടേഴ്സിന് ഇപ്പോൾ 2 ചാനലുണ്ട്. കൈറ്റ് വിക്ടേഴ്സും ഉണ്ട്, കൈറ്റ് വിക്ടേഴ്സ് പ്ലസ്സും ഉണ്ട്. അപ്പോൾ 2 ചാനലുണ്ട്. ഈ വിക്ടേഴ്സ് പ്ലസ് 2021 ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ എഡ്യൂസാറ്റ് വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വിക്ടേഴ്സ് എന്നുള്ളൊരു പോസിബിലിറ്റീസ് ഒക്കെ വരുന്നത്. സോ എഡ്യൂസാറ്റ് 2005 നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം കൂടെ ഇതിനോടനുബന്ധിച്ച് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സോ 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതെന്നുള്ളതാണ് ചോദ്യം. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഓപ്ഷൻ എ കണ്ണൂർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. സോ കേരളത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത്? എല്ലാവർക്കും പാർപ്പിടം നൽകുക. ലൈഫ് മിഷനാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നവകേരളം പദ്ധതി, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറുണ്ട്. ആ സൈറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഇവിടെ ഓപ്ഷനിൽ ഉള്ളതാണ് ആർദ്രം മിഷൻ അല്ലേ. സോ ആർദ്രം മിഷൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. സോ ആരോഗ്യരംഗത്തെ സമഗ്ര സേവനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഒരു പദ്ധതിയാണ് ആർദ്രം. ആരോഗ്യ മേഖലയിൽ അനുയോജ്യമായ സമഗ്രവുമായ സൗകര്യങ്ങൾ ഉറപ്പാക്കുക, സംരക്ഷണം, പ്രതിരോധം, ചികിത്സ, പുനരധിവാസം, സാന്ത്വന, പരിചരണം എന്നിവ അർഹിക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും ലഭ്യമാക്കുക, പകർച്ചവ്യാധി രോഗനിർണയ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പാക്കുക. ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. മാതൃശിശു സേവനങ്ങളുടെ ശാക്തീകരണം തുടങ്ങിയവയാണ് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റൊക്കെ നോക്കുമ്പോൾ ആർദ്രം പദ്ധതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കും. അപ്പോൾ അതും അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇന്ന് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം എടുത്തു പറയും. അപ്പോൾ എല്ലാം എന്നിട്ട് ഓപ്ഷനിൽ കാണാനും പറ്റും. ഓക്കെ, അപ്പോൾ ഒരെണ്ണമായിട്ട് മാത്രമല്ല, ഒരു സൈറ്റിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പോകണം.
അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ നവകേരള മിഷനൊന്നും നമ്മൾ ഒരിക്കലും വിട്ടുപോകാനായിട്ട് പാടില്ലാത്ത മറ്റൊരു വെബ്സൈറ്റാണ്. എല്ലാ ജില്ലകളിലും സമ്പൂർണ്ണ സാർവത്രിക ഇമ്മ്യൂണൈസേഷൻ പരിപാടികളും. ആർദ്രം എന്ന് പറയുമ്പോൾ അപ്പം ആരോഗ്യത്തിൻ്റെ ആയിട്ട് റിലേറ്റ് ചെയ്തതാന്നിരിക്കുക, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ എന്നിവയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക. മുഴുവൻ അടിസ്ഥാന ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതശൈലി രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാനൊക്കെ പദ്ധതി ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇനി പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തിട്ടുള്ളത് മുന്നേ PSC ചോദിച്ചിട്ടുള്ളതാണ്. ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനങ്ങൾ, PHCകളെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി പുനർ-എഞ്ചിനീയറിംഗ് ചെയ്യുക. പാർശ്വവൽക്കരിക്കപ്പെട്ട ദുർബലരായ ജനങ്ങൾക്ക് സമഗ്രമായ ആരോഗ്യ പ്രതിരോധ സേവനങ്ങളെ കയ്യെത്തും ദൂരെ ലഭ്യമാക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ആർദ്രം മിഷൻ പ്രധാന ലക്ഷ്യങ്ങളാണ് ഇവിടെ എടുത്തു കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ, ആർദ്രം മിഷനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് താഴെ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ കൊടുക്കും. അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കാം. അടുത്തത് ചോദ്യം, കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? 1979 സ്ഥാപിതമായി. ശരിയാണ്, പറയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക. വികലാംഗക്ഷേമ കോർപ്പറേഷൻ 79 സ്ഥാപിതമായി. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം, അതും ശരിയാണ്. ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുര, അതും ശരിയാണ്. ശ്രീമതി ജയഡാളി MV ചെയർപേഴ്സൺ, എല്ലാം ശരിയാണ്. ഓപ്ഷൻ C ആണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. സോ കേരള സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിൻ്റെ അകത്ത് വരുന്ന ഒരുപാട് സ്കീംസ് ഉണ്ട്. അപ്പോൾ അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആശാഭവൻ, മാനസികാരോഗ്യം ഭേദമായവരുടെ പുനരധിവാസ ആണ് ലക്ഷ്യം. ആശാഭവൻ ശരിയാണോ? ശരിയാണ്. മഴവില്ല്, ട്രാൻസ്ജെൻഡർ സമൂഹത്തിനുള്ള സമഗ്ര പദ്ധതി. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതി മഴവില്ല് ശരിയാണ്. പരിരക്ഷാ പദ്ധതി, അപ്പം ഇത് എന്തൊക്കെയാണ് ഈ സ്കീമിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അത് അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പരിരക്ഷ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഭിന്നശേഷിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് പരിരക്ഷ. 1985 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നിലവിൽ വന്നു. അവിടെ മിസ്റ്റേക്ക് ഉണ്ട്, 1975 സോ ഇതാണ് തെറ്റ്. ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരള വനിതാ കമ്മീഷൻ. നമ്മൾ പറഞ്ഞു കമ്മീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. വനിതാ കമ്മീഷനൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ശരിയായ പ്രസ്താവനയാണ് ചോദ്യം. 96 AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. ശരിയാണ്. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു. ശരിയാണ്. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി P സതീദേവിയാണ്. അതും ശരിയാണ്. ജസ്റ്റിസ് ശ്രീദേവി കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. ശരിയാണോ? അതും ശരിയാണ്. ഇപ്പോൾ ഇത് അറിഞ്ഞില്ലെങ്കിലും ആദ്യത്തെ 3 എണ്ണം കറക്റ്റ് ആണെന്ന് അറിഞ്ഞാൽ 1, 2, 3 മാത്രമായിട്ട് വരുന്ന ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ആൻസറിലോട്ട് എത്താം. ഓപ്ഷൻ B ആണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അറിഞ്ഞിരിക്കുക, ശ്രീദേവി കേരള 2ാമത്തെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. അതായത് ശ്രീദേവി ആയിരുന്നു കേരള വനിതാ കമ്മീഷൻ്റെ 2ാമത്തെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. ആദ്യം സുഗതകുമാരി, 2ാമത്തെ വ്യക്തിയാണ് ശ്രീദേവി. 2 തവണ വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ദുരന്ത നിവാരണ അതോറിറ്റി ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വന്നു. നമ്മൾ പറഞ്ഞതാണ്, ശരിയാണ്. സോറി, ഞാനിവിടെ മാർക്ക് ചെയ്തത് വേണ്ട, നമ്മൾ ആൻസർ മാത്രമാണ് മാർക്ക് ചെയ്യുന്നത് അല്ലേ. 2005 ആക്ട് പ്രകാരം 2007 നിലവിൽ വന്നു. ശരിയാണ്. അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ശരിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു. അല്ല, 2007 നമ്മൾ വിയോഗങ്ങളൊക്കെ പഠിച്ചപ്പോൾ അതായിട്ട് കണക്ട് ചെയ്യാമെങ്കിൽ ആലോചിച്ചിരിക്കുക. നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാവുന്നത് ശ്രീ ഉമ്മൻചാണ്ടി 2004 2006 വരെയാണ് മുഖ്യമന്ത്രിയായിരുന്നത്. പിന്നീടാണ് 2011 2ാമത്തെ ടേം മുഖ്യമന്ത്രിയാവുന്നത്. നമ്മൾ വിയോഗങ്ങൾ പഠിച്ചപ്പോൾ ഉമ്മൻചാണ്ടിനെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇത് നിലവിൽ വരുമ്പോൾ, ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് VS അച്യുതാനന്ദനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. സോ അത് തെറ്റാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? സംസ്ഥാന റവന്യൂ മന്ത്രിയാണോ? ശരിയാണ്. നമ്മൾ ചെയർമാൻ, വൈസ് ചെയർമാൻ ഒക്കെ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. 3ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്.
സോ അടുത്തത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് എം പരീത് പിള്ളയാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. അതും ശരിയാണ്. ഡോക്ടർ എസ് ബലരാമൻ, ശ്രീ ടി.കെ. വിൽസൺ എന്നിവർ ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. അതും ശരിയാണ്. അപ്പോൾ ഇത് അറിയാത്തവർ ശ്രദ്ധിച്ചിരിക്കുക. അതൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ബലരാമൻ, ശ്രീ ടി.കെ. വത്സൻ എന്നാണ്. മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 1998 അല്ലേ. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ എസ് ബലരാമൻ, ടി.കെ. വിൽസൺ എന്നിവർ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. സോ ഓൾ ഓഫ് ദി എബവ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ധർമ്മടം നിയമസഭാ മണ്ഡലം ഏതു ജില്ലയിലാണ്? ധർമ്മടം അറിയാത്തത് ആരുണ്ടാവില്ല. എവിടെയാണ്? ധർമ്മടം കണ്ണൂരാണ് അല്ലേ. കണ്ണൂരാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഓപ്ഷൻ എ ഗവർണർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത് വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കിളിക്കൊഞ്ചൽ ഒരുപാട് ട്രോളും നല്ല രീതിയിൽ, അതായത് പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറേ അടിപൊളി ക്ലാസ്സുകളൊക്കെ എടുത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ടീച്ചറൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. കിളിക്കൊഞ്ചൽ 3 മുതൽ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഒളിമ്പിക് മെഡൽ ജേതാവ് PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത് എന്തായിട്ടാണ്? വിദ്യാഭ്യാസ വകുപ്പിലാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിൻറ്റ് ഡയറക്ടർ ആയിട്ടാണ്. ഓപ്ഷൻ ഡി ആണ്. ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം അറിയാത്തവരാണെങ്കിൽ. കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? 20 ആണോ? 20ൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണമാണ് അല്ലേ 20. അപ്പോൾ അധികം വൈകാതെ തന്നെ റിസൾട്ട് അറിയും. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും റിസൾട്ട് വന്നിട്ടുണ്ടാവില്ലേ, അതിന് മുന്നേ എഡിറ്റ് ചെയ്ത് തീരുന്നു വിചാരിക്കാം. ഓക്കെ, അപ്പം 20 നിയോജക മണ്ഡലങ്ങളാണ് 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇവിടെ ചോദ്യം പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ എത്ര എന്നുള്ളതാണ്. എത്ര എണ്ണമാണ്? ഓപ്ഷൻ ബി 14 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇത് ടോട്ടൽ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ നമ്പറാണ് 140 എന്നുള്ളത് അല്ലേ. അപ്പോൾ ഓപ്ഷനിലെല്ലാം ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറുകളാണ് തന്നിരിക്കുന്നത്. ചോദ്യം അനുസരിച്ചിട്ട് ശ്രദ്ധിച്ച് ആൻസർ എത്തുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. കേരളത്തിലെ ജില്ലകൾ 14, പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളും 14, ലോക്സഭാ മണ്ഡലങ്ങൾ 20 എണ്ണം, സംവരണ ലോക്സഭാ മണ്ഡലങ്ങളാണ് 2. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. 20-ലെ 2 എണ്ണമാണ് സംവരണം. സാക്ഷരത പട്ടികജാതി വിഭാഗത്തിൻ്റെ സാക്ഷരത 88.7 ആണ്. സ്ത്രീ പുരുഷ അനുപാതം എല്ലാം പട്ടികജാതിക്കാരുടെയാണ് പറയുന്നത് 1057 ആണ്. പട്ടികജാതി വിഭാഗക്കാരുടെ ശതമാനം കേരളത്തിലാകെ 9.1%. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വിജ്ഞാൻ വാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമും അറിഞ്ഞിരിക്കുക. പട്ടികജാതി വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഉന്നമനം ലക്ഷ്യമാക്കി ആനുകാലിക വിജ്ഞാന സമ്പാദനത്തിനും മത്സര പരീക്ഷകൾക്ക് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനൊക്കെ സഹായമാകുന്ന ഒരു കേന്ദ്രങ്ങളാണ്, സെൻറ്ററുകളാണ്, ലൈബ്രറി ഒക്കെ പോലെ വിജ്ഞാൻ വാടി. ഓക്കെ, അപ്പോൾ പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷമാണ്? ഓപ്ഷൻ ഡി 2005 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഓരോ ബോർഡ് അല്ലെങ്കിൽ ഓരോ വകുപ്പുകളൊക്കെ രൂപീകൃതമായ വർഷമൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട്. അത് 1975. അത് മുന്നേ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് എപ്പോഴാണ്? ജൂൺ മുതൽ കുട പിടിച്ച് പിള്ളേർ സ്കൂളിൽ പോകുന്ന കേരളത്തിലെ മഴ സീസൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയ വർഷം നമ്മൾ മുന്നേ പറഞ്ഞതാണ് 1994 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം,
ഇ ഗവേണൻസ് സോഫ്റ്റ്വെയറുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഭാഗങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഭരണരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ചോദിക്കുന്നത്. ഇ ഗവേണൻസ് സോഫ്റ്റ്വെയർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് കുറച്ച് നമുക്ക് നോക്കാം. സുലേഖ എന്ന് പറയുമ്പോൾ എന്താണ്? പദ്ധതി രൂപീകരണം, അംഗീകാരം, പദ്ധതി നിർവഹണം. അതായത് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാൻ്റെ ഫോർമേഷൻ, അങ്ങനത്തെ അതിൻ്റെ നിർവഹണം, എക്സിക്യൂഷൻ, ഡെവലപ്മെൻറ്റ്, പ്ലാൻ, പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് സുലേഖ. പ്ലാൻ സുലേഖ. ഓക്കെ, സുലേഖ പ്ലാൻ ആണ്. ഇനി ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ നടത്തുന്നതിനും സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനുള്ള പാക്കേജാണ് സേവന സിവിൽ രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് സോഫ്റ്റ്വെയർ ആണ്? സേവനം. കുറേ സേവനങ്ങളാണല്ലേ, ജനന രജിസ്റ്റർ ചെയ്യുക, മരണ രജിസ്റ്റർ ചെയ്യുക, വിവാഹം രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ സേവന സിവിൽ രജിസ്ട്രേഷൻ. സുലേഖ എന്താണ്? പ്ലാനിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇപ്പോൾ ഇത് ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ കമ്പൈൻ ചെയ്തിട്ട് ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ മതി എന്നൊക്കെ നമ്മൾ റീസെൻ്റ് ആയിട്ട് ന്യൂസുകളിലും കറണ്ട് അഫെയറിൻ്റെ ഭാഗമായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അതെന്താണ്? കെ സ്മാർട്ട്. ഇതെല്ലാം ഇപ്പം ഇങ്ങനെ ഓരോന്നിന് വേണ്ടി ഓരോ സോഫ്റ്റ്വെയറേ വേണ്ട, സിംഗിൾ മതി എന്ന് പറഞ്ഞിട്ട് കെ സ്മാർട്ട് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇങ്ങനെയും ഓരോന്നിൻ്റെ സെപ്പറേറ്റ് ഉള്ളത് മുന്നേ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അറിഞ്ഞിരിക്കുക. സാമൂഹിക സുരക്ഷ, പെൻഷനുകൾ, അങ്ങനെ ഒരുപാട് വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവ വഴി അവശ്യ വിഭാഗത്തിന് സഹായം എത്തിക്കുന്ന പ്രവർത്തനത്തിനുള്ളതാണ് സേവന. ഓക്കെ, സേവന. അപ്പോൾ ഇവിടെ സേവന സിവിൽ രജിസ്ട്രേഷൻ, രജിസ്റ്റർ ചെയ്യാനാണ്. അപ്പോൾ സിവിൽ രജിസ്ട്രേഷൻ, ഇത് സേവന പെൻഷൻ, ഫോർ പെൻഷൻ. ഇനി വസ്തു നികുതി, തൊഴിൽ നികുതി, നികുതിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, DA&O, ലൈസൻസ്, റെൻറ്റ്, ഓൺലൈൻ ബിൽഡിംഗ് തുടങ്ങിയ റവന്യൂ സംവിധാനം കൈകാര്യം ചെയ്യുന്നതിന് സഞ്ജയ നമ്മൾ പണ്ടൊരു സ്കീമൊക്കെ ഉണ്ടായിരുന്നില്ലേ, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഇത് സമ്പാദ്യശീലം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സഞ്ജയ പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ കണക്ട് ചെയ്യുക. കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുന്നതിനുള്ള സങ്കേതം, ഇത് റീസെൻ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. കെട്ടിട നിർമ്മാണം നമുക്കറിയാം, കെട്ടിടം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ഗുണ്ടാ സങ്കേതം അങ്ങനെയൊക്കെ നമുക്ക് ഓർക്കും വരും. പണ്ടേ കെട്ടിടങ്ങൾ മറ്റേ നർമ്മത്തായിലോ റാംജിറാവിലോ ഒക്കെ ഇങ്ങനെ കുറേ, അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മനസ്സിൽ. സങ്കേതം ഇമ്പോർട്ടൻ്റ് ആണ്. സോഫ്റ്റ്വെയറിൻ്റെ പേരുകളാണൊക്കെ. ഇനി അതുപോലെ പഞ്ചായത്ത്, നഗരസഭ, കമ്മിറ്റി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി തുടങ്ങിയ ഔദ്യോഗിക കമ്മിറ്റി തീരുമാനങ്ങൾക്കുള്ള വിനിമയതാണ് കമ്മിറ്റി സകർമ്മ. കമ്മിറ്റിയിലും ഇവിടെ ഉണ്ട്, അങ്ങനെ രീതിയിൽ കണക്ട് ചെയ്യുക. ഒരുപാട് ഇങ്ങനെ എല്ലാം വെച്ചിട്ടായതുകൊണ്ട് തെറ്റാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കുഞ്ഞു കണക്ഷൻസ് പറയുന്നത്. സകർമ്മ ഔദ്യോഗിക കമ്മിറ്റി തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജാണ് സകർമ്മ. ഇനി തദ്ദേശ സ്ഥാപനങ്ങളിലെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം വഴി ലഭ്യമാകുന്നതും ഓഫീസിനകത്ത് എന്തൊക്കെയാണുള്ളത് ഇതിനൊക്കെ ടച്ച് സ്ക്രീൻ സംവിധാനത്തിലൂടെ പൊതുജനത്തിന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സൂചിക. സൂചിക എന്ന് പറയുമ്പോൾ ഇൻഡെക്സിൽ നമ്മൾ ബുക്കിൻ്റെ ഇൻഡെക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ആ ബുക്കിലുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ സ്ഥാപനങ്ങളിലും എന്തൊക്കെയാണ്, ഫ്രണ്ട് ഓഫീസിൽ ഇങ്ങനെ ഒരു സൂചിക വെക്കുകയാണെങ്കിൽ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് ഏതൊക്കെ ഫയലുകളാണ് നീക്കങ്ങൾ രേഖപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് സൂചിക. ആ പേരിൽ തന്നെയുണ്ട് അല്ലേ. ഇനി സചിത്ര എന്ന് പറയുമ്പോൾ ചിത്രം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഭൂപടം, പ്ലാൻ, അങ്ങനെ ഒരു പ്ലാൻ അല്ല, ഭൂപടം ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ല. ചിത്രം, ഭൂപടം, മാപ്പ്. അപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കഡസ്ട്രൽ ഭൂപടം, വാർഡ് ഭൂപടം എന്നിവയടങ്ങുന്ന ഭൂപട വ്യൂഹം തയ്യാറാക്കുന്നതിനാണ് സചിത്ര. അപ്പോൾ ചിത്രം കാണുമ്പോൾ ഭൂപടം ആലോചിക്കണം. ഇനി സാങ്ക്യ, വരവ് ചെലവുകൾ അക്കൗണ്ട് ചെയ്യുന്നതിനുള്ള സാങ്ക്യ ആപ്ലിക്കേഷൻ. അക്രുവിൽ അടിസ്ഥാന ഡബിൾ എൻട്രി അക്കൗണ്ടിങ്ങിന്, അപ്പോൾ അക്കൗണ്ടിങ്ങിനും വരവ് ചെലവ് കണക്കുകളൊക്കെ അക്കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സാങ്ക്യ. പേരിൽ തന്നെയുണ്ട് അല്ലേ, സാങ്ക്യ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നതിന്, എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥാപിക്കുക, ആ പേരിൽ തന്നെയുണ്ട് അല്ലേ, സ്ഥാപന. പൊതുമരാമത്ത് പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് സുഗമ. അത് ഭയങ്കര ഒരു കോൺട്രഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ മഴയും കൂടെ പെയ്താൽ പിന്നെ റോഡുകളുടെ അവസ്ഥ, നമ്മൾ പൊതുമരാമത്ത് കേൾക്കുമ്പോൾ നമുക്ക് റോഡുകളാണ് ഓർമ്മ വരുന്നത് അല്ലേ. അപ്പോൾ വേണമെങ്കിൽ ഇത് ഓപ്പോസിറ്റാന്ന് പറയാം, അത്ര സുഖമൊന്നുമില്ല. റോഡുകളാകെ പൊട്ടിപ്പൊളിഞ്ഞ് നല്ല മോശം റോഡുകൾ തന്നെയാണ് കൂടുതലും. അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ എന്നുള്ള രീതിയിൽ ആലോചിച്ചിരിക്കുക. സുഗമ, പൊതുമരാമത്ത് പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് സുഗമ സോഫ്റ്റ്വെയർ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ് സംവേദിത. വെബ്സൈറ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് ലഭ്യമാക്കുന്നതിന് സംവിധാനം സംവേദിത. നിയമങ്ങളും ചട്ടങ്ങളും
ഓക്കെ, നിയമങ്ങളും ചട്ടങ്ങളെയും കുറിച്ചിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് സഞ്ജിത. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നുകൂടെ പറയാം, എല്ലാം സാ വെച്ചിട്ടാണ്, അതുകൊണ്ട് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. സഞ്ജയ എന്ന് പറയുമ്പോൾ എന്താ ആലോചിക്കണം, റവന്യൂ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വസ്തുനികുതി, തൊഴിൽ നികുതി തുടങ്ങിയ റവന്യൂ സംവിധാനം കൈകാര്യം ചെയ്യുന്നതിനാണ്. സുലേഖ എന്ന് പറയുമ്പോൾ സുലേഖ പ്ലാനിൻ്റെ രൂപീകരണം, അംഗീകാരം, അങ്ങനെ. സേവന തന്നെ 2 ഉണ്ട്. സേവന സിവിൽ രജിസ്ട്രേഷൻ, വിവാഹ മരണ രജിസ്ട്രേഷനൊക്കെ. മറ്റേ സേവന എന്ന് പറയുമ്പോൾ പെൻഷന് വേണ്ടിയിട്ടുള്ളത്. ഇനി സഞ്ജയ നമ്മൾ പറഞ്ഞു, സങ്കേതം, അങ്ങനത്തെ കെട്ടിടങ്ങൾ ഒക്കെ ആലോചിക്കുക, ഗുണ്ടാ സങ്കേതങ്ങളൊക്കെ കെട്ടിട നിർമ്മാണ പെർമിറ്റിന്. സകർമ്മ കമ്മിറ്റി, ഔദ്യോഗിക കമ്മിറ്റി തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സകർമ്മ. ഇനി സൂചിക, ഒരു സ്ഥാപനത്തിൻ്റെ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത്, അവിടുത്തെ നീക്കങ്ങൾ രേഖപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള സൂചിക. സചിത്ര എന്ന് പറയുമ്പോൾ ഭൂപടം മനസ്സിൽ വരണം അല്ലേ, കഡസ്ട്രൽ ഭൂപട വ്യൂഹം തയ്യാറാക്കുന്നതിനാണ് സചിത്ര സോഫ്റ്റ്വെയർ. സാങ്ക്യ, അക്കൗണ്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. സ്ഥാപന, എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി സ്ഥാപന. ഒട്ടും സുഖമില്ലാത്ത റോഡുകളിലൂടെ സുഗമ, പൊതുമരാമത്ത് പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റിന് വേണ്ടിയിട്ട് സുഗമ. സംവേദിത, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് ലഭ്യമാക്കുന്നതിന് സംവേദിത. നിയമങ്ങളും ചട്ടങ്ങളും സഞ്ജിത. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതും കൂടെ നമുക്ക് നോക്കിയിട്ട് ബാക്കി ചോദ്യങ്ങൾ നോക്കുകയായിരിക്കും നല്ലത്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, അവരുടെ പ്ലാൻ എന്തൊക്കെയാണ്, ഏതൊക്കെ സ്ഥാപനങ്ങളാണ് അതിനകത്ത് വരുന്നത് എന്നുള്ള രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു സംഭവമാണ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ്. സോ ഇതാണ് കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ഇതിൻ്റെ വിഷൻ, മിഷനൊക്കെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്, പദ്ധതികൾ, സ്കീമുകൾ. അപ്പോൾ ഇതൊക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെ സ്കീമുകളാണ്, ഏതൊക്കെ പദ്ധതികളാണ്. അപ്പോൾ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്, ഇതിൽ തന്നെ പലതും ചോദിച്ചിട്ട് പല പദ്ധതികളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്തത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സുസ്ഥിര നഗര വികസന പദ്ധതി, ഹരിത കേരളം, ലൈഫ് മിഷൻ, ഇമ്പാക്റ്റ് കേരള. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വാതിൽപ്പടി സേവനം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഓരോ എക്സാമുകൾക്കായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ. തദ്ദേശ സ്ഥാപനങ്ങൾ 1200 തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 14, ജില്ലാ പഞ്ചായത്ത് 87, മുനിസിപ്പാലിറ്റി 6, മുനിസിപ്പൽ കോർപ്പറേഷനുകൾ. ഇതാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇനിയും ഇവരുടെ തന്നെയാണ് സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു സിംഗിൾ സോഫ്റ്റ്വെയർ. മറ്റേതിങ്ങനെ ഓരോന്നിനും വേണ്ടിയിട്ട് ഓരോ സോഫ്റ്റ്വെയർ ആയിരുന്നല്ലോ. സോ എല്ലാത്തിനും വേണ്ടിയിട്ട് ടേക്കിംഗ് എ big leap forward to initiate another technological wave through K-Smart. K-Smartൻ്റെ ഈ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഏതെങ്കിലും ഒരു ഇതിന് ചോദിച്ചിരിക്കും, അത്രയ്ക്കും ഉറപ്പൊന്നും വേണമെങ്കിൽ പറയാം. കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ എന്നാണ് വന്നത്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് 8 എണ്ണമാണ്, 8 മൊഡ്യൂൾസ്, 8 കാരണത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബർത്ത്, ഡെത്ത്, മാരേജ് രജിസ്ട്രേഷൻ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു സേവന എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്ട്രേഷൻ സോഫ്റ്റ്വെയർ ആയിരുന്നു. അപ്പോൾ ഓരോന്നിനും ഓരോന്നായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ മെയിനായിട്ട് ബിൽഡിംഗ് പെർമിഷന് വേണ്ടിയിട്ട് സങ്കേതം, അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുമിച്ചാക്കിയിട്ട് 8 എണ്ണത്തിന് വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ ഒറ്റ സ്മാർട്ടായിട്ട് മാറിയൊക്കെയാണ്. അപ്പോൾ ഇത് ജാനുവരി 1 മുതലാണ്, ജാനുവരി 1 ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. 2024 ജാനുവരി 1 മുതലാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനാണ്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, 2024 ജാനുവരി 1 മുതൽ. ഓക്കെ, സ്മാർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് വരുന്ന ഓരോ പദ്ധതികളും ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിത കേരളം ഇപ്പോൾ നവകേരള മിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതവിടെ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വേണമെങ്കിൽ നോക്കാം. ഇമ്പാക്റ്റ് കേരള ഒക്കെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. ഇമ്പാക്റ്റ് കേരള, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മുനിസിപ്പൽ ആൻഡ് പഞ്ചായത്ത് അസറ്റ് ക്രിയേഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഫുൾ ഫോം, ഇപ്പോൾ കുറേ ഫുൾ ഫോം പഠിക്കുമ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പഠിക്കുമ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് വെച്ച് നമുക്ക് പഠിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. കേരള ഭരണരംഗം നമുക്ക് 5 മാർക്ക്
വായിച്ചിട്ടുണ്ട്, ഇത്രയും പക്ഷേ നമ്മൾ 1-2 തവണ വായിക്കുകയാണെങ്കിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ചെറിയ കണക്ഷൻസ് വെച്ച് പഠിക്കുകയാണെങ്കിൽ വളരെയധികം ഈസിയാണ്. ഇമ്പാക്റ്റ് ആരുടെയാണ് നമുക്ക് ഓർമ്മ വരണം, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയാണ്. സോ അതുതന്നെയാണ് അതിൻ്റെ എക്സ്പാൻഷനിലും പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മുനിസിപ്പൽ ആൻഡ് പഞ്ചായത്ത്. മുനിസിപ്പൽ ആൻഡ് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അല്ലേ. മുനിസിപ്പൽ ആൻഡ് പഞ്ചായത്ത് അസറ്റ് ക്രിയേഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ ആണ് കമ്പനി ലക്ഷ്യമിടുന്നത്. അപ്പം അങ്ങനെ ചെറിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഇമ്പാക്റ്റ് കേരള. അപ്പം അങ്ങനെയുള്ള രീതിയിൽ കണക്ഷൻ വെച്ചിട്ടാണ് എക്സ്പാൻഷൻ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. ഓരോന്ന് അതല്ലാണ്ട് പഠിക്കുകയാണെങ്കിൽ തെറ്റിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. വാതിൽപ്പടി സേവനമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണ് ഗുണഭോക്താക്കൾ ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള സേവനമാണെന്ന് അറിഞ്ഞിരിക്കുക. വാതിൽപ്പടി സേവനം 60 വയസ്സിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കും ചലന പരിമിതി അനുഭവിക്കുന്നവർ 4 പേരാണ് ഗുണഭോക്താക്കളുള്ളത്. അപ്പോൾ ഈ 60 വയസ്സൊക്കെ മാറ്റിയിട്ട് 65 വയസ്സ് അങ്ങനെ പല രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ, ഭിന്നശേഷി. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, സ്ത്രീകൾ എന്നൊക്കെ വേണമെങ്കിൽ തരാം. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, 60 വയസ്സിന് മുകളിലുള്ളവർ, ഭിന്നശേഷിക്കാർ. അപ്പോൾ ആർക്കാണ് വാതിൽപ്പടിയിൽ സേവനം ആവശ്യമുള്ളത് അങ്ങനെ ആലോചിച്ചാൽ മതി. ആ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കാണ് ഗുണഭോക്താക്കളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്നും ഉണ്ട്, നിങ്ങൾ തന്നെ റെഫർ ചെയ്ത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതാണ് നവകേരളം കർമ്മ പദ്ധതി. രണ്ടാമത്തെയാണ് നവകേരളം കർമ്മ പദ്ധതി. ഇതിനെക്കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് അവരുടെ ഹിസ്റ്ററി എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷനാണ് ആർദ്രം നമ്മൾ ഡിസ്കസ് ചെയ്തു കുറച്ചൊക്കെ. വിദ്യാകിരണം, ലൈഫ്, ഹരിത കേരളം, റിബിൽഡ് കേരള എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് സമയം ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എന്തായാലും പഠിക്കണം. ഇപ്പോൾ ഇതിൽ ഹരിത കേരളം മിഷൻ ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും, അഗ്രികൾച്ചർ, അലൈഡ് ആക്ടിവിറ്റീസ്, വാട്ടർ കൺസർവേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, ഇതൊക്കെ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് വെബ്സൈറ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഹരിത കേരള മിഷന് വേണ്ടിയിട്ട് തന്നെ പ്രത്യേകം വെബ്സൈറ്റ് ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹരിത കേരളം മിഷന് തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ജലസംഭരണം, ഹൈജീനിക് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇത് 3 അല്ലാണ്ട് ഇതിന് പുറത്ത് വേറൊരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ട് അത് ഹരിത കേരളത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ നിന്നൊക്കെ ചോദ്യം വരുന്നുണ്ട്. നവകേരള മിഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും, വിദ്യാകിരണം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ലൈഫ് മിഷൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തം നിക്ഷിപ്തമായിട്ടുള്ളത് ഏത് സംവിധാനത്തിലാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല, ജില്ലാ കളക്ടർ, സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒന്നുമല്ല, ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പലതവണ. സംസ്ഥാന സിവിൽ സർവീസ് സേവനം എന്നതിൽ ഉൾപ്പെടുന്നത് ഏതാണ്? അപ്പം ഈ ഒരു സിലബസിൽ തന്നെ ആദ്യത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് ഈ സിവിൽ സർവീസ് എന്നുള്ളൊരു ടോപ്പിക്കാണ് അല്ലേ. സംസ്ഥാന സിവിൽ സർവീസ് സേവനം എന്നതിൽ ഉൾപ്പെടുന്നത് നിയമിക്കപ്പെടുന്ന സംസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതാണ്. സംസ്ഥാന സിവിൽ സർവീസ്. ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾക്ക് ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏതാണ് സംരംഭം? അക്ഷയ കേന്ദ്രങ്ങളാണ് അല്ലേ. ഓപ്ഷൻ ഡി, അക്ഷയ കേന്ദ്രങ്ങളാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കുടുംബശ്രീ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? വാജ്പേയി ആണ്. ഏത് മിഷൻ്റെ കീഴിലാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. 98 മെയ് 17, 1998 മെയ് 17. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം? ഓപ്ഷൻ ഡി, പെരുങ്കുളം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? 100 മേനിയാണ്. അറിയാത്തവർ ശ്രദ്ധിച്ചിരിക്കുക, 100 മേനി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ശരിയായ പ്രസ്താവന. അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതെല്ലാം നമ്മൾ പറഞ്ഞു, സ്വതന്ത്ര പദവി പോലും ഇല്ല. നമ്മൾ പറഞ്ഞു ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. 2005 ആക്ട് പ്രകാരം 2007 നിലവിൽ വന്നു. അപ്പോൾ അത് തെറ്റാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയാണ് അതോറിറ്റിയുടെ ചെയർമാൻ. ശരിയാണ്. സംസ്ഥാന ധനകാര്യമന്ത്രി അതോറിറ്റി അംഗമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ധനകാര്യമന്ത്രി റവന്യൂ മന്ത്രി അങ്ങോട്ട് മാറരുത്, അത് തെറ്റാണ്. റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്, അത് ശരിയാണ്. സോ ഓപ്ഷൻ ഡി ആണ്. 2, 4 ആണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ.
അടുത്ത ചോദ്യം, ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല. അതാണ് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞത്. ജലസംരക്ഷണം, ശുചിത്വം, കൃഷി 3 ഊന്നൽ നൽകുന്നത്. ഓക്കെ, വനവൽക്കരണം ഊന്നൽ നൽകുന്നില്ല, ശ്രദ്ധിച്ചിരിക്കുക. കേരളം സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് കായിക ദിനമായിട്ട് ആചരിക്കുന്നത്? GV രാജയുടെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ 13 ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത്, മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം ലക്ഷ്യമിടുന്ന കേരള സർക്കാർ ആവിഷ്കരിച്ച പുനർഗേഹം പദ്ധതി. അപ്പോൾ സ്കീംസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ചോദിക്കുന്നുണ്ട്. എന്നാണ് ആരംഭിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ഡി 2019 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. തദ്ദേശ സ്വയംഭരണ അനുബന്ധ സ്ഥാപനങ്ങൾ, പദ്ധതികൾ ഇവയിൽ പെടാത്തത് ഏത്? ഓക്കെ, ഇപ്പോൾ പെടാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒഫീഷ്യൽ സൈറ്റിൽ നമുക്കിങ്ങനെ അനുബന്ധ സ്ഥാപനങ്ങൾ, പദ്ധതികൾ എന്ന് കാണാനായിട്ട് പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാം വകുപ്പിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആസൂത്രണ ബോർഡ്, ഇൻഫർമേഷൻ കേരള മിഷൻ, ലോക്കൽ ഗവൺമെൻറ് കമ്മീഷൻ, കുടുംബശ്രീ, കില, ശുചിത്വ മിഷൻ, ക്രൂസ്, ഓംബുഡ്സ്മാൻ, ക്ലീൻ കേരള കമ്പനി, ട്രൈബ്യൂണൽ, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇതൊക്കെ അനുബന്ധ സ്ഥാപനങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ ഇപ്പോൾ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വരുന്നൊരു സൈറ്റാണ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ്. ഓക്കെ, അപ്പോൾ സ്കീമുകൾ ചോദ്യം ചോദിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, അനുബന്ധ സ്ഥാപനങ്ങൾ ഇവയിൽ ഉൾപ്പെടാത്തത് ഏത്? കൈറ്റ്, ശുചിത്വ മിഷൻ, കില, കുടുംബശ്രീ. ഏതാണ് ഉൾപ്പെടാത്തത്? കൈറ്റ് ആണ് അല്ലേ? ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരള വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി പീച്ചി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത്, കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സംസ്ഥാന സർക്കാരിന് ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. ശരിയാണ്. ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിൻ്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്. ശരിയാണോ? 5 ആണോ? 5 അല്ല, 3 തന്നെയാണ്. ശരിയാണ്. പറയാത്തവർ ശ്രദ്ധിച്ച് പഠിക്കുക. 3 ആണ്. കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. തെറ്റാണല്ലേ? അയൽക്കൂട്ടമാണ് അടിസ്ഥാനം. അയൽക്കൂട്ടങ്ങൾ കൂടി ചേർന്നിട്ട് ഏരിയാസ്. അപ്പം അങ്ങനെയാണ്, ഇത് തെറ്റാണ്. 1, 2 ഇവിടെ ശരിയായിട്ടുള്ളതാണ് ഇവിടെ ചോദ്യം. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പറമ്പിക്കുളം വന്യജീവി സങ്കേതം മലപ്പുറം എന്നുള്ളത് തെറ്റാണ്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ശരിയാണ്. നെയ്യാർ തിരുവനന്തപുരം ശരിയാണ്. സോ 2, 3 ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, 1ാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, VR കൃഷ്ണയ്യർ വ്യവസായം, ഡോക്ടർ AR മേനോൻ ആരോഗ്യം. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? VR കൃഷ്ണയ്യർ നിയമവകുപ്പായിരുന്നു. ഇത് തെറ്റാണ്. 1, 3 ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പം ആദ്യത്തെ പോർട്ട്ഫോളിയോസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ശ്രീ MS നമ്പൂതിരിപ്പാടാണ്. ധനമന്ത്രി ആയിരുന്നത് ശ്രീ C അച്യുതമേനോനാണ്. പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് C അച്യുതമേനോൻ. ഗതാഗതവും തൊഴിലും TV തോമസ് ആണ്. അപ്പോൾ ഗൗരിയമ്മ, നമുക്കറിയാം ആദ്യത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഏക വനിതയാണ് ഗൗരിയമ്മ അല്ലേ? അപ്പോൾ ഗൗരിയമ്മ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് എന്ന് പറയുന്നത് KR ഗൗരി, ലാൻഡ് റവന്യൂ ആണ്. അവർ കല്യാണം കഴിക്കുന്നതാണ് TV തോമസിനെ അല്ലേ? സോ ഗതാഗതവും തൊഴിലും കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ശ്രീ TV തോമസ് ആണ്. KC ജോർജ് ഭക്ഷണവും വനവും. മലയാളത്തിലോട്ടാവുമ്പോഴാണ് ഇങ്ങനത്തെ വാക്കുകളൊക്കെ കാണുന്നത്. KP ഗോപാലൻ വ്യവസായം ഇൻഡസ്ട്രീസിൻ്റെ വകുപ്പ് മന്ത്രിയായിരുന്നത് ശ്രീ KP ഗോപാലൻ. TA മജീദ് പൊതുമരാമത്ത് മന്ത്രി. PK ചാത്തൻ കറക്റ്റാണ്, നമ്മൾ പറഞ്ഞു തദ്ദേശ സ്വയംഭരണം. ജോസഫ് മുണ്ടശ്ശേരി ഇമ്പോർട്ടൻ്റ് ആണ്, വിദ്യാഭ്യാസവും സഹകരണവും. KR ഗൗരിയമ്മ ഇമ്പോർട്ടൻ്റ് ആണ്, ലാൻഡ് റവന്യൂ. VR കൃഷ്ണയ്യർ നിയമവകുപ്പ് മന്ത്രി. ഡോക്ടർ AR മേനൻ ആരോഗ്യം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിലെ കേരള മന്ത്രിസഭ അവരുടെ പോർട്ട്ഫോളിയോസ് അപ്പോൾ റീസെൻ്റായിട്ട് ഇടയ്ക്ക് മന്ത്രിമാരെയൊക്കെ മാറ്റി നോക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ
കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആസ് ഓഫ് നൗ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ, ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, വൈദ്യുത മന്ത്രി കൃഷ്ണൻകുട്ടി, വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ, രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, റോഡ് ഗതാഗതം ശ്രീ കെ ബി ഗണേഷ് കുമാർ, റീസെൻ്റായിട്ട് വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. കായികം, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ, ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രി. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം മന്ത്രിയും ചോദിക്കാറുണ്ട്, സാമൂഹിക നീതി മന്ത്രിയും ചോദിക്കാറുണ്ട്. ഡോക്ടർ ആർ ബിന്ദു, മൃഗസംരക്ഷണവും ക്ഷീരവികസനവും ശ്രീമതി ചിഞ്ചുറാണി, തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന മന്ത്രി ഇമ്പോർട്ടൻ്റ് ആണ് എം ബി രാജേഷ്, പൊതുമരാമത്ത് ടൂറിസം അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രിയുടെ മരുമകൻ, കൃഷി മന്ത്രി ശ്രീ പി പ്രസാദ്, പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ദേവസ്വം മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ, നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ്, ശിവൻകുട്ടി, പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വാസവൻ, സഹകരണ തുറമുഖ മന്ത്രി വീണ ജോർജ്, ആരോഗ്യമന്ത്രിയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. സ്ത്രീ ശിശു വികസന മന്ത്രിയും കൂടിയാണ്, അറിഞ്ഞിരിക്കുക, അറിയാത്തവരെ ശ്രദ്ധിക്കുക. സജി ചെറിയാൻ ചോദിച്ചിട്ടുള്ളതാണ് റീസെൻ്റ്ലി എക്സാമുകൾക്ക്. വിഷറീസ്, സാംസ്കാരിക കാര്യങ്ങളുടെ മന്ത്രി. അപ്പോൾ ഒരു എക്സാമിന് സിനിമ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഒരു രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാംസ്കാരിക കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതൊക്കെ ഉൾപ്പെടുമോ അല്ലേ? സജി ചെറിയാനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി. അതാണ് ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത്, സജി ചെറിയാനാണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ എം ആർ ബൈജു ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? അപ്പോൾ ഇത് 2021 ആ സമയത്തോ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പം ഇതിലെ ആൻസർ പ്രകാരം 13 ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കാരണം രൂപീകരിക്കുമ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് 13 ബാങ്കുകൾ കൂടിയിട്ടാണ് കേരള ബാങ്കായിട്ട് മാറുന്നത് അല്ലേ? മലപ്പുറം അതിൽ ചേർന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 2021 അങ്ങോട്ടാന്ന് തോന്നുന്നു മലപ്പുറം കൂടെ ഭാഗമായിട്ട് ഇപ്പോൾ ടോട്ടൽ എന്തായാലും 14 കോപ്പറേറ്റീവ് ബാങ്കുകളും കൂടിയിട്ടാണ് കേരള ബാങ്കായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 14 അറിഞ്ഞിരിക്കുക. അടുത്തത്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഒക്കെയാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ളത്. താലൂക്ക് വരില്ല, സോ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇവിടെ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും 14 ജില്ലാ പഞ്ചായത്തുകളും 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളും അടങ്ങുന്നതാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. അടുത്തത്, താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ഇത് ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്, അതുകൊണ്ട് അത് വായിക്കുന്നില്ല. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണെന്ന് അറിയുക. ഏതാണ് ആദ്യത്തെ വന്യജീവി സങ്കേതം? ഓപ്ഷൻ എ പെരിയാർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോടാണ് ആദ്യ പഞ്ചായത്ത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അത് ഏത് ജില്ലയിലാണ്? പീലിക്കോട് കാസർഗോഡ് ജില്ലയിലാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റ്സ് ഒരുപാട് ഒക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ഉണ്ട്, ഭരണപരിഷ്കാര കമ്മീഷൻ്റെ വെബ്സൈറ്റ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ കുറിച്ചിട്ട് നമുക്ക് ഓൾറെഡി അറിയാമായിരിക്കും. മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ അതൊക്കെ വെബ്സൈറ്റ് ഒന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോൾ നവകേരള മിഷൻ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ, ഫിനാൻസ് കമ്മീഷൻ്റെ, പ്ലാനിംഗ് കമ്മീഷൻ്റെ, ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും നോക്കി പോവേണ്ടതാണ്. അതല്ലാണ്ട് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ, SC/ST കമ്മീഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. മിനിമം നോക്കേണ്ട കാര്യങ്ങൾ, ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഒരു ഐഡിയ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസോ ഫീഡ്ബാക്കോ ഒക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ ചെയ്യുന്ന എഫേർട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടെലഗ്രാം ത്രൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എടുക്കുന്ന ക്ലാസ്സുകളുടെയൊക്കെ PDF ഷെയർ ചെയ്യുന്നുണ്ട്. ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.